പഴവും പപ്പടും അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴം പുഴുങ്ങിയതാണ് കേട്ടോ. പഴം വരട്ടുന്ന, പഴം പുഴുങ്ങിയത്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഓണത്തിൻ്റെ സമയത്ത് മാത്രം ഉണ്ടാക്കി വരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ തോന്നി അപ്പം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ എൻ്റെ തറവാടൊക്കെ, എൻ്റെ ഉപ്പാടെ വീടൊക്കെ, വീടിൻ്റെ അടുത്തൊക്കെ നായന്മാരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ ഓണത്തിന് ഇങ്ങനെയാണ് ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഇടയിൽ ഞങ്ങൾ മാത്രമായിട്ടൊരു മുസ്ലിം വീടുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഓണവും പെരുന്നാളും എല്ലാം ഒരുപോലെ ആഘോഷിച്ച ഒരു കുട്ടിക്കാലമാണ് കേട്ടോ എനിക്കുള്ളത്. അതുപോലെ ഞങ്ങളിപ്പോൾ വലുതായതിൻ്റെ ശേഷമാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ വീടൊക്കെ മാറിപ്പോകുന്നു. ഇപ്പോൾ വല്ലപ്പോഴും കാണുന്ന ഒരു ബന്ധങ്ങളായി, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം വേണം, കുറച്ച് തേങ്ങാപ്പാൽ വേണം, പിന്നെ ശർക്കര വേണം. അപ്പോൾ ശർക്കര ഒക്കെ നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 അച്ച് ശർക്കര എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ശർക്കര വേറൊരു ആവശ്യത്തിനും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഇട്ട് കാച്ചിയെടുക്കുന്നത്. ശർക്കര പാവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗമ്മ വെച്ചിട്ട് ഒന്ന് പാവാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ 3 പഴമാണ് എടുക്കുന്നത്. നേന്ത്രപ്പഴം നല്ല വലിയ പഴം നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെങ്ങാലിക്കോടൻ പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ആവുക. ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളവിടെയൊക്കെ നന്നായി കിട്ടുന്ന ഒരു പഴമാണ് ചെങ്ങാലിക്കോടൻ. അപ്പോൾ ഇവിടെ അമ്മായിയുടെ മാമാക്കും കച്ചവടം ഉണ്ടായിരുന്നു, പിന്നെ ഇക്കാക്ക് ഇപ്പോഴും കച്ചവടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് പഴം കൊടുന്നു തരും. അപ്പോൾ ചെങ്ങാലിക്കോടൻ പഴം കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓണത്തിൻ്റെ സമയത്ത് എപ്പോഴും ഇഷ്ടം പോലെ പഴങ്ങളുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങളിത് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ പഴയ മധുരം, പഴയ ഓർമ്മകളല്ലേ, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴും ആ ഒരു പഴയ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോയ ഒരു പോക്ക് വരവും കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് മുറിച്ചെടുത്തേക്കുന്നത്. നമുക്ക് വലുപ്പത്തിനനുസരിച്ചിട്ട്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മീഡിയം വലുപ്പത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനിതാ നമ്മുടെ ശർക്കരയൊക്കെ ശരിക്കും പാനിയായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയിലാക്കി എടുത്താൽ മതി. ഇനി ഇതാ നേന്ത്രപ്പഴത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി കുക്കറിൽ വെച്ചിട്ട് വിസിലടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. അപ്പോൾ അത് കുഴഞ്ഞു പോവും. നമുക്കിത് കുഴയാത്ത പോലെ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാരണമാണ് ഞാൻ ഈ ഉരുളിയിൽ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി വെന്തുടയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, ഹൈപ്പ്, അപ്പോൾ അതും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ നമ്മുടെ പഴനുറുക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വറ്റി, അത് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പാകത്തിന് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഇതാ ശർക്കര പാവും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ശർക്കര ഒക്കെ നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് മതി കേട്ടോ. ഇത് പഴം മധുരം ഉള്ളതാണ്, ശർക്കരയും മധുരം ഉള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ പഴയ കുട്ടിക്കാലത്ത് ഓരോ ഓർമ്മയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ നല്ല മധുരം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ മക്കളും കൂടിയും കഴിക്കണമല്ലോ. അപ്പോൾ അനിയത്തിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്, അനിയത്തിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങൾ അറിയുള്ളൂ, വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ച സാധനങ്ങൾ അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴല്ലേ അവർക്ക് അതിൻ്റെതായ രുചികൾ അറിയുള്ളൂ. പഴത്തിലേക്ക് ശർക്കര ഒക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാലാണ് കേട്ടോ, 2-ാം പാലൊന്നും നമ്മൾ എടുത്തിട്ടില്ല. നല്ല കട്ടിയിൽ തന്നെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് തേങ്ങയും പിന്നെ ഈ പഴവും ശർക്കര എല്ലാം കൂടിയാകുമ്പോൾ അതിൻ്റെ മധുരം ശരിക്കായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മധുരത്തിൻ്റെ ഒരു കുത്ത് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒഴിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഒഴിക്കാറുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരണം. ആ തേങ്ങാപ്പാലും ശർക്കര ഒക്കെ പഴത്തിലേക്ക് നന്നായി പറ്റി പിടിച്ച് വരുന്ന വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഫ്ലെയിമൊക്കെ കുറച്ച് സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതാ നല്ല ജീരകം എടുക്കണം. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതാ ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ പൊടിയായിട്ട് നമുക്ക് മാറ്റി വെക്കാമല്ലോ. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേഗം പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇടിക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലെ ഏലക്ക പൊടിച്ചെടുക്കുക എളുപ്പമല്ല കേട്ടോ. നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതിയായിരുന്നു. ഞാൻ ഇതിലിടാനും എടുത്തു. ഇനിയിപ്പോൾ ഇത് മാറ്റി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ എന്നെ എടുത്ത് പൊടിച്ചെടുത്തത്. നമുക്ക് മിക്സർ ജാറിലെടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മതി കേട്ടോ, ബാക്കിയുള്ള നമുക്ക് എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത്, നമുക്ക് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഏലക്കപ്പൊടി വേണം, അതുപോലെ നല്ല ജീരകപ്പൊടി വേണം. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരത്തിലേക്ക് പെടും. അപ്പോൾ ഞാൻ കുറച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് ഇതാ വളരെ കുറച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, പഴത്തിലേക്ക് ആ നാളികേരപ്പാലും അതുപോലെ ശർക്കര എല്ലാം കൂടി പറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റും കൂടി വെക്കുകയാണെങ്കിൽ നന്നായി വറ്റി വരും. ഇനിയിപ്പോൾ ഇതുപോലെ എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സിറപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്.
പിന്നെ അത് അയൽക്കപ്പൊടിയും പിന്നെ നല്ല ജീരകവും എല്ലാം കൂടി ഇട്ടെടുത്തപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പഴമാണല്ലോ, പിന്നെ ശർക്കര എല്ലാം കൂടിയാൽ കാരണം അടി പിടിക്കും. എനിക്കൊരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അറിഞ്ഞില്ല, അപ്പോഴത്തേനും വേഗം അത് ഇളക്കി കൊടുത്തു. അപ്പോൾ അത് കാരണം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് നമ്മുടെ ഓടിൻ്റെ ഉരുളിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് അടി പിടിക്കില്ല. ഇത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് പെട്ടെന്ന് അടി പിടിക്കുന്നത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് പഴനുറുക്കി നിങ്ങൾക്ക് കാണിച്ച് തന്നൂല്ലോ, അതിലെല്ലാം പറ്റി പിടിച്ചിട്ട് ഇതാ ഒന്നും കൂടി കാണിച്ച് തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ആ ശർക്കരയും എല്ലാം കൂടി അതിലേക്ക് നന്നായി പറ്റി പിടിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് പഴമായിട്ടുണ്ട്. ഇനി പപ്പടം ഇല്ലാതെ എന്ത് പഴമല്ലേ. അപ്പോൾ ഇനി നമുക്ക് പപ്പടം കൂടിയും പിടിച്ചെടുക്കണം. പപ്പടം പഴം കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അതുപോലെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരും, കുമ്മാട്ടിക്കളിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവരും ഇതുപോലെ പാട്ട് പാടുന്നുണ്ടാവും, പപ്പടും പഴം തന്നില്ലെങ്കിൽ എന്നൊക്കെ കൊണ്ട് പാട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണത്തിനൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും, അല്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റിൽ വന്ന് പറയണേ. അപ്പോൾ ഇതാ കുറച്ച് നേരമൊക്കെ അത് വെച്ചപ്പോൾ ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. അതിലെല്ലാം പറ്റി പിടിച്ച പഴനുറുക്കൊക്കെ നന്നായി പറ്റി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ചിലവർ നാളികേരം ചിരകി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേര പാൽ ഒഴിച്ച കാരനാണ് നാളികേരം ചിരകി വിടാഞ്ഞത്. അപ്പോൾ അതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുകയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും നേന്ത്രപ്പഴമൊക്കെ മേടിക്കുന്ന സമയത്ത് 2 എണ്ണമൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. അപ്പോൾ അതാ നമ്മുടെ പപ്പടവും പഴവും എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കേണ്ട രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ പഴം നുറുക്കെടുത്തു. ഇതെടുക്കുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു കേട്ടോ. ആ കൂട്ടുകാരും എല്ലാം നല്ല മധുരമുള്ള ഓർമ്മകളാണല്ലോ. അപ്പോൾ അതിൽ ശർക്കരപ്പാനി കുറച്ചും കൂടി എടുത്തിട്ട് ഞാൻ അതിന് മീതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മധുരമൊക്കെ കുറവുള്ളവരാണെങ്കിൽ ഇത്ര മധുരമൊന്നും ഇടണ്ട. ഇനി ഇതായിൽ നിന്നൊരു പപ്പടം എടുത്ത് ഇനി ആ പപ്പടും പഴവും എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ ഇതാ വോയിസ് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങി പോവായിരുന്നു. അത്രക്കും ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. കഴിക്കാത്തവർ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ രുചി അറിയുള്ളൂ. ഇതിപ്പോൾ ഓണത്തിന് എല്ലാ ഭാഗത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരി ആ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങളവിടെ ഇത് ഓണത്തിന് നിർബന്ധമാണ് പപ്പടവും പഴവും. അപ്പോൾ ഒരേ നാട്ടിലേക്ക് ഓരോരോ ഇതാണ് ഞങ്ങളവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ ഓണത്തിന് ഉണ്ടാക്കാറ് എന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാൻ നല്ലൊരു പഴം കിട്ടിയപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തോളൂ. ഈ ഒരു പഴം കാണാനും ഭംഗിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ചേരുവകൾ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. എന്നും പറയണ പോലെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇനി ഇത് കുക്കറിലൊക്കെ വിസിലടിച്ചിട്ട് പഴം വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നാവും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറഞ്ഞോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.